ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ട്രിവാൻഡ്രത്ത് പോയ ഒരു വ്ളോഗാണ് കേട്ടോ ചെയ്യണത്. ഇത് കുറച്ച് മുന്നേ പോയിട്ടുള്ള വീഡിയോ ആണ്. എന്താണെങ്കിലും വീഡിയോ കളയാൻ തോന്നിയില്ല. ട്രിവാൻഡ്രം പോവുകയാണെങ്കിൽ കുറച്ച് ഉപകാരമാവുമെന്ന് വിചാരിക്കുന്നു എൻ്റെ ഈ വീഡിയോ. നല്ലൊരു പ്ലാനിങ്ങോടുകൂടി പോയൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. നമ്മൾ ട്രെയിനിലാണ് പോയത്. ഒരു പൂജ ടൈമിൽ വെക്കേഷൻ സമയത്താണ് ഞങ്ങൾ പോയത്. ഞങ്ങളുടെ ഫാമിലി ഉണ്ടായിരുന്നു, പിന്നെ ഞങ്ങളുടെ കസിൻ ബിജു, രമ്യ അവരുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ട്രെയിനിലാണ് പോയത്. പാലക്കാട് നിന്നായിരുന്നു ട്രെയിൻ കയറിയത്. രാത്രിയാണ് കയറിയത്. പുലർച്ചെ എത്തി 4 മണി 5 മണി സമയത്ത് ട്രിവാൻഡ്രത്ത് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ തന്നെ നമുക്ക് എവിടെ സ്റ്റേ ചെയ്യണം അതിനെയൊക്കെ പറ്റി നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. റൂമൊന്നും ബുക്ക് ചെയ്തിട്ടല്ല ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ ഭാഗ്യത്തിനോ അതോ പത്മനാഭസ്വാമിയുടെ അനുഗ്രഹം കൊണ്ടോ ഞങ്ങൾക്ക് നല്ലൊരു ഓട്ടോ ഡ്രൈവറെ കിട്ടി. ഇവിടുത്തെ കുറച്ച് നല്ല സ്ഥലങ്ങളും പിന്നെ അടുത്തടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ കുറച്ച് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ എൻ്റെ ഫ്രണ്ട് ശ്യാം എന്നെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ് നല്ല ഓപ്ഷൻസ് ഒക്കെ അവൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഈ ഓട്ടോ ഡ്രൈവറോട് പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ സ്ഥലത്തൊക്കെ പോകണം, അപ്പോൾ എങ്ങനെയാണ് ചാർജ് എന്നൊക്കെ ചോദിച്ചപ്പോൾ ആൾ നല്ല രീതിയിൽ മാന്യമായ ഒരു ചാർജ് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടു ആ ഓട്ടോ ഡ്രൈവറെ. മനോജ് എന്നായിരുന്നു പേരുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെ അടുത്തുള്ള ഒരു ലോഡ്ജിൽ കൊണ്ടുപോയി. നമുക്ക് ഫസ്റ്റ് പോകേണ്ടത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് ആയിരുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ഒരു ലോഡ്ജിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. അപ്പോൾ നമ്മൾ അവിടെ പോയി കുളിച്ച് ഫ്രഷായിട്ട് വേഗം തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് വന്നു കേട്ടോ. അവിടെയും ടൈം റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് വേണം പോവാൻ. അവിടെ ഇങ്ങനെ രാജാവ് വരുമ്പോൾ രാജകുടുംബത്തിലുള്ളവർ തൊഴാൻ വരുന്ന സമയത്ത് നമുക്ക് തൊഴാനുള്ള അനുവാദം ഉണ്ടായിരിക്കില്ല. ഞങ്ങൾ എന്താണെങ്കിലും അമ്പലത്തിലൊക്കെ കയറി അവിടെ എല്ലാം നന്നായി തൊഴുതു കേട്ടോ. ശ്രീ പത്മനാഭസ്വാമി അനന്തശയനത്തിലിരിക്കുന്ന പ്രതിഷ്ഠയാണല്ലോ അവിടെയുള്ളത്, അതായത് കിടക്കുന്നത്. നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു പ്രതിഷ്ഠ തന്നെ കാണുന്നത്. നല്ല 3 ഡോറുകളിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതെന്താണെങ്കിലും നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ നടക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫീലാണ്. അതെങ്ങനെ പറയാൻ തന്നെ എനിക്കറിയില്ല. അപ്പം എന്താണെങ്കിലും ഞങ്ങൾക്ക് തിരുവനന്തപുരം ട്രിപ്പ് അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മളവിടെ തൊഴലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പോയത് പഴവങ്ങാടി ശ്രീ ഗണപതി ക്ഷേത്രത്തിലാണ്. അത് റോഡ് സൈഡ് തന്നെയാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനോട് അടുത്ത് കിടക്കുന്ന ഒരു അമ്പലം തന്നെ. ഞങ്ങൾ ആ അമ്പലത്തിലും കയറി തൊഴുതിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ തേങ്ങ ഉടയ്ക്കലാണല്ലോ മെയിനായിട്ടുള്ള വഴിപാട്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ടൈമിങ്സ് ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലും അതുപോലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും പിന്നെ നമ്മൾ പോയത് ആറ്റുകാൽ ഭഗവതിയെ കാണാനാണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ടൈമിങ്സ് ഒക്കെ നോക്കി വയ്ക്കുക. അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോയത്. പിന്നെ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയപ്പോൾ തന്നെ അവിടെ ഈ ക്ഷേത്രത്തിനെ പറ്റിയിട്ടും അങ്ങനെ അതൊക്കെ കേൾക്കാൻ നല്ല രസമായിരുന്നു. ഞങ്ങൾ കുറേ സമയം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെല്ലാവരും ഓടിയിട്ടാണ്, വൺ ഡേ ട്രിപ്പായതുകൊണ്ട് ഓടിയിട്ടാണ് പോയതല്ല. പക്ഷെ എന്താണെങ്കിലും അടിപൊളി ഒരു ട്രിപ്പായിരുന്നു. അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്നതാണ് കേട്ടോ കുതിരമള. അപ്പോൾ നമ്മൾ അവിടെയാണ് നെക്സ്റ്റ് പോയിട്ടുണ്ടായിരുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്ത് കിടക്കുന്നതാണ് കുതിരമാളിക. സ്വാതി തിരുനാൾ മഹാരാജാവ് പണി കഴിപ്പിച്ച ഒരു കൊട്ടാരം തന്നെയാണ് കുതിരമാളിക. അവിടെ കുതിരകളുടെ 125ഓളം കുതിരകളുടെ അതിഗംഭീരമായി ചെയ്തു തീർത്തിരിക്കുന്ന ഒരു വാസ്തു നിറഞ്ഞതായിട്ടുള്ള ഒരു കൊട്ടാരമാണിത്. അവിടെ കയറാനും എൻട്രി ഫീയും ഉണ്ട്, അതുപോലെ ടൈമിങ്സ് ഉണ്ട്. പിന്നെ അപ്പോൾ നമ്മൾ അവിടെയും ചുറ്റി കാണാനായിട്ട് നിറയെ കാര്യങ്ങളുണ്ട് കേട്ടോ. നമുക്ക് നല്ല പീസ്ഫുൾ ഒരു അറ്റ്മോസ്ഫിയറാണ് അതിനകത്തെല്ലാം ഉള്ളത്. നല്ല കരവിരുതുകളോട് കൂടിയ ഒരു പണി തന്നെയാണ് ആ കൊട്ടാരത്തിനുള്ളിൽ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ അതെന്താണെങ്കിലും എല്ലാവരും പോയി കാണണം. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് റൂമിൽ പോയിട്ടോ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് പോകാനുള്ളത് ആറ്റുകാൽ. അങ്ങനെ നമ്മൾ ആറ്റുകാൽ അമ്മേനെയും തൊഴാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നാരങ്ങ വിളക്ക് അതാണല്ലോ മെയിനായിട്ടുള്ള വഴിപാട്. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ വ്ളോഗിലും യൂട്യൂബിലൊക്കെ ഇങ്ങനെ കേട്ടിട്ടുള്ളത്, അതുപോലെ പൊങ്കാല സമയത്തൊക്കെയാണ് ഞാനിങ്ങനെ ആറ്റുകാലിനൊക്കെ പറ്റിയിട്ട് കേട്ടിട്ടുള്ളത്. നമ്മൾ ആദ്യമായിട്ടാണ് തിരുവനന്തപുരം തന്നെ പോകുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ആ സിറ്റിയെ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പൂവാർ ഐലൻഡിലേക്കായിരുന്നു കേട്ടോ. അവിടെ പോയപ്പോൾ നമുക്ക് ബോട്ട് യാത്ര ഈ കണ്ടൽക്കാടുകളുടെ ഉള്ളിലേക്കും പിന്നെ അവിടെ ഒരു ഗോൾഡൻ സാൻഡ് ബീച്ചൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടും ഒക്കെ നമ്മളെ കൊണ്ടുപോയത്. അതിന് കുറച്ച് ചാർജ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ 5-6 പേരുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്തെടുത്തപ്പോൾ നമുക്ക് അത്ര വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ അധികം ബഡ്ജറ്റ് എടുത്തിട്ടൊന്നുമല്ല പോയത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു 1 ഡേ ട്രിപ്പ് അത്രയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതങ്ങനെ നമ്മൾ പൂവാർ ഐലൻഡിലോട്ട് പോയി. അപ്പോൾ ആ കാഴ്ചകളൊക്കെയാണ് കേട്ടോ. അത് നമ്മൾ വെള്ളത്തിൻ്റെ നടുവിലൂടെയൊക്കെ പോകാൻ
അപ്പോൾ നമുക്ക് നല്ല പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്താണെങ്കിലും നമ്മൾ നന്നായി എൻജോയ് ചെയ്ത് ഓരോരോ സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ പോയിട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു ബീച്ചിലിറങ്ങി. അവിടെ ചെന്നപ്പോൾ കുറച്ച് വെയിലൊക്കെ ആയിരുന്നു, കുറച്ച് ഉച്ച സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ കുറച്ച് നേരം എൻജോയ് ചെയ്തു. കുട്ടികൾക്കൊക്കെ പിന്നെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലേ ഈ മണലിലൊക്കെ ഇറങ്ങി ഇങ്ങനെ കളിക്കുന്നതൊക്കെ. പിന്നെ അവിടെ ഹോഴ്സ് റൈഡ് അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്തിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ തിരിച്ചു വരുമ്പോൾ ഭക്ഷണം കഴിച്ചു. പിന്നെ രാവിലെ നമ്മൾ കഴിച്ചത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കുറച്ച് ഫ്രണ്ടിലോട്ട് പോയിട്ട് അവിടെ നിന്നുള്ള ഒരു ചെറിയൊരു ഹോട്ടലായിരുന്നു. എല്ലാവിടെയും നല്ല തിരക്കായിരുന്നു. അപ്പോൾ ചെറിയൊരു ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്, ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ഈ പൂവാർ ഐലൻഡിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം നമ്മളെ ഈ ഓട്ടോ ഡ്രൈവറാണ് കേട്ടോ കൊണ്ടുപോയത്. നമ്മളൊരു ഫുൾ ഡേ ട്രിപ്പ് ആ ചേട്ടനുമായിട്ടാണ് പോയത്. ഇത് നമ്മൾ പിന്നെ ഒരു ബീച്ച് പോയതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇവിടെ നമുക്ക് ഇങ്ങോട്ട് വരണം, ബോട്ടിൽ ഇങ്ങോട്ട് നമ്മളെ കൊണ്ടുവരും, അതിനുശേഷം നമ്മളെ തിരിച്ചു കൊണ്ടുപോകും, അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ഒരു പാക്കേജ് പോലെ എന്തോ ആയിരുന്നു ഇത്. ഗോൾഡ് സാൻഡ് ബീച്ച് അങ്ങനെ എന്തോ ആയിരുന്നു പേരുണ്ടായിരുന്നു, ഞാൻ ജസ്റ്റ് മറന്നുപോയി. അപ്പോൾ അത് അവിടുത്തെ കുറേ ഫോട്ടോസൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഈ പൂവാർ ഐലൻഡിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ അവിടെ കുറേ ഫ്ലോട്ടിങ് ഓരോ റിസോർട്ട്സൊക്കെ കാണാം കേട്ടോ. അപ്പം നമുക്ക് താമസിക്കാനൊക്കെ ആയിട്ട് വെള്ളത്തിൻ്റെ മേലെ തന്നെയുള്ള കോട്ടേജസൊക്കെ ഉണ്ട്. പിന്നെ ഇത് കണ്ടൽക്കാടിൻ്റെയൊക്കെ ഇടയിലൂടെയൊക്കെ ഇങ്ങനെ നമ്മുടെ ബോട്ട് പോകുന്നതാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ എന്താണെങ്കിലും. നമ്മൾ എന്താണെങ്കിലും പോയപ്പോൾ കുറേ സ്ഥലങ്ങൾ കണ്ട പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. എന്താണെങ്കിലും ട്രിവാൻഡ്രം വിസിറ്റ് ചെയ്യണത് ഒരിക്കലും ഒരു നഷ്ടമായിരിക്കില്ല. ഒരു ദിവസത്തെ ട്രിപ്പല്ല, നമ്മൾ 1-2 ദിവസത്തെ പ്ലാൻ ചെയ്താണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിരുന്നു തോന്നിയിരുന്നു. നമ്മൾ തിരിച്ചുള്ള ട്രെയിൻ ടിക്കറ്റും ബുക്ക് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. വൺ ഡേ നമ്മൾ ജസ്റ്റ് കറങ്ങിയിട്ട് നൈറ്റ് അമൃത എക്സ്പ്രസ്സിൽ തന്നെയാണ് നമ്മൾ പോയതും വന്നതും ഒക്കെ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷെ നമുക്കൊരു 2 ഡേയ്സൊക്കെ കിട്ടുവാണെങ്കിൽ ഇനിയും പോകാൻ ഇഷ്ടം പോലെ നല്ല നല്ല സ്ഥലങ്ങളുണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക്. ഈ ഐലൻഡിലെ വിസിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയത് ആഴിമല ശിവക്ഷേത്രത്തിലോട്ടാണ് കേട്ടോ. അത് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. എങ്ങനെയാണെങ്കിലും നമ്മൾ അതെല്ലാം കണ്ടു കിട്ടും. അതാണ് നമ്മൾ ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്ത് നമ്മൾ നന്നായി ആസ്വദിക്കാനും പറ്റി. അങ്ങനെ നമ്മൾ ആഴിമല പോയി. അപ്പോൾ അവിടെ ഏറ്റവും വലിയ ശിവരൂപം, ശിവലിംഗം തന്നെ ഉണ്ടല്ലോ, അവിടെ നിന്ന് നമ്മൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അവിടുത്തെ വെള്ളമൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയാമോ. അവിടുത്തെ നല്ല കാറ്റ്, നല്ല തണുത്ത കാറ്റ്, അതൊക്കെ നമ്മൾ നന്നായി എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ ലാസ്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വേളി ചിൽഡ്രൻസ് പാർക്കായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് കളിക്കാനും ഒക്കെയായി പറ്റിയ നല്ലൊരു പാർക്കാണ് കേട്ടോ വേളി. നമ്മൾ ബാക്കിയുള്ള എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോയത് തന്നെ. പിന്നെ നമ്മളിങ്ങനെ സംസാരിച്ചപ്പോൾ ഒക്കെ അടുത്തടുത്തൊക്കെ ആയതുകൊണ്ട് കുറച്ചൊക്കെ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ പോയതാണ്. അപ്പോൾ അവിടെ എന്താണെങ്കിലും പിള്ളേർക്ക് കളിക്കാനും നമുക്ക് നടക്കാനും നമുക്ക് കാണാനും ഒക്കെ നിറയെ കാര്യങ്ങളുണ്ട്. അപ്പോൾ വേളി നല്ലൊരു പാർക്കാണ് കേട്ടോ. ബീച്ച് പോലെ ബീച്ച് സൈഡ് ഉണ്ട്, നമുക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ റൈഡ്സ് ഉണ്ട്, ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട്, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ഇഷ്ടം പോലെ കടകൾ അവിടെ സൈഡിലൊക്കെ ഇങ്ങനെ കടകളെല്ലാം വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടാവും. നമ്മളങ്ങനെ ഒന്നും വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നില്ല, ഒന്നും അവിടെ നിന്ന് വാങ്ങിയില്ല. ജസ്റ്റ് എന്തോ പിള്ളേർക്ക് 2 ടോയ്സ് മേടിച്ചു, അത്രേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്താണെങ്കിലും നല്ലൊരു പാർക്കാണെന്ന് എനിക്ക് തോന്നി. കുട്ടികൾക്ക് കളിക്കാനൊക്കെ ആയിട്ടാണെങ്കിലും ഇഷ്ടം പോലെ ടൈം ഉണ്ടായിരുന്നു. അതുപോലെ ഇഷ്ടംപോലെ റൈഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ വേളി പാർക്കിലാണ് ലാസ്റ്റ് പോയത്. അവിടെ എല്ലാം നന്നായി ചുറ്റിക്കറങ്ങി നമ്മൾ എല്ലാം ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് രാത്രിയായിരുന്നു ട്രെയിൻ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വേളി പാർക്കും കഴിഞ്ഞു. അപ്പോൾ അത് എൻ്റെ വീഡിയോയിൽ ഞാൻ പറയലൊക്കെ കഴിഞ്ഞു, പക്ഷെ നമ്മൾ ആഴിമല എത്തുന്നുള്ളൂ കേട്ടോ വീഡിയോയിൽ. അപ്പോൾ അത് ആഴിമലയ്ക്ക് കുറച്ച് ദൂരമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കയറ്റം ഇറക്കൊക്കെ കഴിഞ്ഞ് ചെറിയൊരു ഉള്ളിലേക്കുള്ള വഴിയിൽ കൂടെയൊക്കെ ആയിട്ട് നമ്മൾ ലാസ്റ്റ് പോയിട്ടുണ്ടായത്. പിന്നെ നമ്മൾ പോകുന്ന വഴിയിലല്ലേ ഒരു സ്കൂട്ടർ യാത്രികനെ ജസ്റ്റ് KSRTC ബസ് ഇങ്ങനെ ജസ്റ്റ് തിരിക്കണ സമയത്ത് അത് ജസ്റ്റ് ടച്ചായിട്ട് വന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് അവർ ബ്രേക്ക് ഇട്ടിട്ട് ഇടിക്കേണ്ടതായിരുന്നു. അവർ ബ്രേക്ക് ഇട്ടിട്ട് അങ്ങനെ വണ്ടി നിർത്തിയ സമയത്ത് അവരങ്ങനെ മറിഞ്ഞ് വീഴുകയൊക്കെ ചെയ്തു. അവർക്ക് അധികമൊന്നും പറ്റിയില്ല. ആ സമയത്ത് നമ്മൾ ഓട്ടോയിൽ പാസ് ചെയ്യണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോയി ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പോലീസൊക്കെ വന്ന് അങ്ങനെ ഇടപെട്ട് അവരെ ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോവുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരാളെ സഹായിക്കാൻ കൂടി പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ആഴിമല എത്തിയിട്ട് ഇതാ കണ്ടു, ഇവിടുത്തെ വെള്ളവും അവിടുത്തെ ആ പാറകൾക്കൊക്കെ എന്ത് രസമല്ലേ കാണാൻ. നല്ല ഭംഗിയാണ് കാണാൻ. കുറേ നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആഴിമലയാണെങ്കിലും നന്നായി കാണാൻ പറ്റിയൊരു സ്ഥലമാണ്. നമ്മൾ പിന്നെ അധികം താഴോട്ട് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പാറയുടെ അങ്ങോട്ടൊന്നും പോയില്ല. ജസ്റ്റ് മേലെ നിന്നിട്ടാണ് ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നത്. ശിവൻ്റെ അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കലും അങ്ങനെയൊക്കെ ചെയ്തു.
അപ്പോൾ ഇതൊക്കെയാണ് ആഴിമലയിൽ കണ്ട ഞങ്ങളെ കാഴ്ചകൾ കേട്ടോ. നല്ല രസമല്ലേ കാണാൻ, എല്ലാവരും കണ്ടു നോക്കണം കേട്ടോ. വീഡിയോസൊക്കെ പിന്നെ സ്കിപ്പ് ചെയ്യാതെ കാണണേ. പിന്നെ ഇതാ ഇങ്ങനെ ഒരു പ്ലാനിങ് ഒക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോയിൽ തന്നെ നമ്മൾ 7-8 സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അത് 1 ഡേ വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ട് ട്രിവാൻഡ്രം പോവുകയാണെങ്കിൽ നമുക്ക് കുറേ കാഴ്ചകൾ കാണാൻ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് പോയത് നമ്മൾ വേളി ബീച്ചിലോട്ടായിരുന്നു, ചിൽഡ്രൻസ് പാർക്കിലോട്ട്. അപ്പോൾ അവിടുത്തെ വീഡിയോസ് ഒന്നും എൻ്റെ കൈ കാണാനില്ല. അവിടെ നമ്മൾ നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ട്. നമ്മളെയൊക്കെ കൂടുതൽ കുട്ടികളാണ് എൻജോയ് ചെയ്തത്. അമ്പാടിയും ദേവും ഒക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചു. കുറേ റൈഡ്സ് ഉണ്ടായിരുന്നു. വേളി മാത്രമാണ് കുറച്ച് ദൂരം കൂടുതൽ തോന്നിയത്. എന്താണെങ്കിലും നല്ലൊരു ട്രിപ്പായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ റൂമിൽ വന്നു. അതിനുശേഷം ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നല്ലൊരു ഹോട്ടലിൽ പോയിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടോ. നമ്മൾ മന്തിയും അൽഫാമൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ലൊരു ഹോട്ടലായിരുന്നു. ഹോട്ടലിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പക്ഷേ എന്താണെങ്കിലും കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്തു. നമ്മൾ ട്രെയിനിന് ടൈം ആയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരുന്നത്. കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്തു. നല്ല തിരക്കും ഉണ്ടായിരുന്നു. പക്ഷെ നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ അവിടുത്തെ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നേരെ പോയത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അങ്ങനെ നമ്മുടെ ട്രിവാൻഡ്രം ട്രിപ്പ് അവസാനിച്ചിട്ട് അപ്പോൾ നമ്മൾ ട്രെയിൻ കയറി ഒന്ന് ഉറക്കമൊക്കെ കഴിഞ്ഞ് രാവിലെ ആയപ്പോൾ പാലക്കാട് ചെന്നു. അങ്ങനെ നമ്മുടെ അടിപൊളി ട്രിവാൻഡ്രം ട്രിപ്പാണ് കേട്ടോ ഈ പറഞ്ഞത്. അപ്പോൾ എന്താണെങ്കിലും കുറച്ച് പേർക്കെങ്കിലും നല്ല ഉപകാരമാവുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ. പിന്നെ ഇതിനെപ്പറ്റി പറഞ്ഞല്ലോ, അമ്പാടിക്കുട്ടൻ്റെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ ഒരു ചെണ്ട വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത്. നമ്മൾ ഇവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ടാണല്ലോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയത്. ആളെന്ത് ചെയ്തു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഇടയിൽ ഹോട്ടലിൽ വെച്ചു. പക്ഷേ തിരിച്ചു വരുമ്പോൾ നമ്മൾ ആരും അത് എടുക്കാൻ അങ്ങ് മറന്നുപോയി. ഒരു കോല് മാത്രം നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ അമ്പാടിയുടെ ചെണ്ട മിസ്സായി കേട്ടോ. ആൾ ഭയങ്കര സങ്കടത്തിലായിരുന്നേ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ട്രിവാൻഡ്രം ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ. ട്രിവാൻഡ്രം ട്രിപ്പ് പോകാനായിട്ട് നന്നായി ഇതുപോലെയൊക്കെ പ്ലാൻ ചെയ്തിട്ട് പോവുക. അപ്പോൾ കുറച്ചും കൂടി ഉപകാരമായിരിക്കും. അപ്പോൾ ഞങ്ങൾ അവിടെ എടുത്ത ഫോട്ടോസും വീഡിയോസൊക്കെ ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു. അപ്പം നമ്മൾ എൻജോയ് ചെയ്ത ട്രിവാൻഡ്രം ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു നോക്കും. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക കേട്ടോ. വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണാൻ കൂടി ശ്രമിക്കണേ. അപ്പോൾ അതാ നമ്മുടെ ഫാമിലിയും ബിജു, രമ്യ എല്ലാവരും, അമ്മയും എല്ലാവരും അങ്ങനെ എൻജോയ് ചെയ്ത് നമ്മുടെ ട്രിവാൻഡ്രം വിശേഷങ്ങൾ കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഇതുവരെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. സപ്പോർട്ട് ചെയ്യുന്ന, മെസ്സേജ് ചെയ്യുന്ന, കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഇനിയും എല്ലാവരും ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ബൈ ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.